വിസൻ ട്രസ്റ്റ് ചേടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സോളുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്, അതുമായി ബന്ധപ്പെട്ട് ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ് പഠിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം വേറൊരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിനെ കൊണ്ടുപോകുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം, സൊല്യൂട്ട് പ്ലസ് സോൾവന്റ് gives a solution. ഇവിടെ നമ്മൾ എടുത്ത സൊല്യൂട്ട് എന്ന് പറയുന്നത് വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. വോളറ്റൈൽ ലിക്വിഡ്സ്, സോൾവന്റും വോളറ്റൈൽ ലിക്വിഡ്. അപ്പൊ ഇവിടത്തെ സൊല്യൂഷനിലെ സൊല്യൂട്ടും സോൾവന്റും രണ്ടും ലിക്വിഡുകളാണ്, രണ്ടും വോളറ്റൈലാണ്. അപ്പോ വോളറ്റൈൽ ആയിട്ടുള്ള രണ്ട് ലിക്വിഡുകൾ ചേർന്ന് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. For example, consider a closed vessel. ഞാൻ ഇവിടെ ഒരു ക്ലോസ്ഡ് വെസൽ എടുക്കുക. This is a closed vessel. ഈ ക്ലോസ്ഡ് വെസലിൽ ഞാനൊരു വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് എടുക്കുകയാണ്. എ എന്ന് പറയുന്ന വോളറ്റൈൽ ലിക്വിഡ്. വോളറ്റൈൽ ലിക്വിഡ് എ എന്ന് പറയുന്ന വോളറ്റൈൽ ലിക്വിഡ് ആണ് ഈ പറയുന്ന ക്ലോസ്ഡ് വെസലിൽ നാം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതതിന്റെ സർഫസ് മോളിക്യൂളുകളാണ്. ഈ വരച്ചിരിക്കുന്നതെല്ലാം തന്നെ സർഫസിൽ നിലനിൽക്കുന്ന മോളിക്യൂളുകളാണ്. എ എന്ന് പറയുന്ന ലിക്വിഡിന്റെ മോളിക്യൂൾ എ എ എ എ സർഫസ് മോളിക്യൂൾ. ദാറ്റ് മീൻസ് ദി മോളിക്യൂൾ which are on the surface of the liquid, that is called surface molecule. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എല്ലാം ഇതിന്റെ താഴെയായിട്ടും നമുക്കറിയാം എ എന്ന് പറയുന്ന മോളിക്യൂളുകൾ കാണും. അപ്പോൾ ഈ മോളിക്യൂളിനെ ഞാൻ ഇവിടെ ഒരു മോളിക്യൂൾ എടുക്കുന്നു. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ബൾക്ക് മോളിക്യൂൾ. എന്താണ് ബൾക്ക് മോളിക്യൂൾ? മോളിക്യൂൾ which are inside the liquid, that is called bulk molecule. ഇപ്പൊ രണ്ട് തരത്തിലുള്ള മോളിക്യൂളുകൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഒന്ന് ബൾക്ക് മോളിക്യൂൾ, ഒന്ന് സർഫസ് മോളിക്യൂൾ. ഇപ്പൊ ഈ ബൾക്ക് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ ബൾക്ക് മോളിക്യൂളിന്റെ എല്ലാ ഡിറക്ഷനിലോട്ടും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. എല്ലാ ഡിറക്ഷനിലും ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ടാകും. ഇവിടെ സർഫസ് മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സർഫസ് മോളിക്യൂളിന് ഡൗൺവേർഡ് ആയിട്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ ബൾക്ക് മോളിക്യൂളുകൾക്കാണ് ദാൻ സർഫസ് മോളിക്യൂൾ. അപ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സർഫസിൽ നിലനിൽക്കുന്ന മോളിക്യൂളുകൾക്ക് കുറവാണ്, മറിച്ച് ബൾക്ക് മോളിക്യൂളുകൾക്ക് കൂടുതലുമാണ്. അപ്പോൾ സർഫസിൽ നിലനിൽക്കുന്ന മോളിക്യൂളുകളുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് അതിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിന് കൈനറ്റിക് എനർജി കൂടുതൽ കിട്ടും. അങ്ങനെ കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഈ പറയുന്ന സർഫസിൽ നിൽക്കുന്ന മോളിക്യൂളുകൾ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വേപ്പറായിട്ട് മുകളിലോട്ട് പോകും. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വേപ്പറൈസേഷൻ. അപ്പൊ ഇവിടെ എല്ലാം വേപ്പറൈസേഷനിലൂടെ ഉണ്ടായ മോളിക്യൂളുകൾ. അപ്പോൾ വേപ്പറൈസേഷൻ നടന്നാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് നടക്കും. ആ ഓപ്പോസിറ്റ് പ്രോസസ്സിനെ
നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ. അപ്പൊ നിങ്ങൾക്കറിയാം, ഇങ്ങോട്ട് മുകളിലോട്ട് നിങ്ങൾക്കറിയാം വേപ്പറൈസേഷൻ നടക്കുന്നു, അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കണ്ടൻസേഷൻ നടക്കുന്നു. ഇതൊരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ റേറ്റ് ഓഫ് എവാപറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. Then the system attains an equilibrium. ഈ സമയത്ത് ഈ സിസ്റ്റം എന്ത് അറ്റൈൻ ചെയ്യുന്നു? ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് സർഫസിന്റെ മുകളിൽ നിൽക്കുന്ന വേപ്പർ മോളിക്യൂളുകൾ ലിക്വിഡിന്റെ സർഫസിലോട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഈ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേര് നമുക്ക് എവർക്കും അറിയാം. അതിനെ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. അപ്പോൾ വാട്ട് ഈസ് വേപ്പർ പ്രഷർ? It is the pressure exerted by vapor over the surface of a liquid at equilibrium at a particular temperature is called vapor pressure. അപ്പോൾ ഇവിടുത്തെ വേപ്പർ പ്രഷർ P0A. കാരണം നമ്മൾ എടുത്ത ലിക്വിഡ് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ലിക്വിഡാണ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഒരു മാക്സിമം പ്രഷർ ഈ പറയുന്ന വേപ്പർ അതിന്റെ സർഫസിലോട്ട്, ലിക്വിഡിന്റെ സർഫസിലോട്ട് എക്സേർട്ട് ചെയ്യും. അതൊരു മാക്സിമം പ്രഷറാണ്. അതിനെ നമ്മൾ വിളിച്ച പേരാണ് വേപ്പർ പ്രഷർ. ഇവിടുത്തെ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന P0A ആണ്. അതായത് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് A. ഇവിടെ എടുത്ത ലിക്വിഡ് A ആണ്. അതുകൊണ്ടാണ് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് A, ദാറ്റ് ഈസ് P0A. ഓക്കെ. ഇനി രണ്ടാമത് ഞാൻ വേറൊരു വോളറ്റൈൽ ലിക്വിഡ് എടുക്കുന്നു, B. സെയിം കണ്ടെയ്നർ, സെയിം വോളിയം. അതിൽ ഞാൻ വേറൊരു ലിക്വിഡ് എടുത്തു, വോളറ്റൈൽ ലിക്വിഡ് എടുത്തു, B എന്ന് പറയുന്ന വോളറ്റൈൽ ലിക്വിഡ്. ഇത് A എന്ന് പറയുന്ന വോളറ്റൈൽ ലിക്വിഡ്. അപ്പൊ B എന്ന് പറയുന്ന വോളറ്റൈൽ ലിക്വിഡ് എടുത്തു. ഇതുപോലെ തന്നെയാണ്. അതിനും സർഫസ് മോളിക്യൂളുകളും ബൾക്ക് മോളിക്യൂളുകളും കാണും. ഇവിടെ സർഫസ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇതാണ് സർഫസ് മോളിക്യൂളുകൾ B, 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 B. Then ഒരു ബൾക്ക് മോളിക്യൂൾ ഞാൻ വരയ്ക്കുന്നു, ആൽസോ B. ഇവിടെയും നമുക്കറിയാം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ബൾക്ക് മോളിക്യൂൾ എല്ലാ ഡിറക്ഷനിലോട്ടും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സർഫസ് മോളിക്യൂൾ ഡൗൺവേർഡ് ആയിട്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സർഫസിൽ നിൽക്കുന്ന മോളിക്യൂളുകൾ കുറച്ച് കഴിയുമ്പോൾ വേപ്പർ ആയിട്ട് അതിന്റെ മുകളിലോട്ട് ഉയരുന്നു. ഇതെല്ലാം ആരുടെ വേപ്പേഴ്സ് ആണ്? P എന്ന് പറയുന്ന മോളിക്യൂളുകളുടെ വേപ്പേഴ്സ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയും എവാപറേഷനും കണ്ടൻസേഷനും അല്ലെങ്കിൽ വേപ്പറൈസേഷനും കണ്ടൻസേഷനും ഈക്വൽ ആവുന്നു. ആ സമയത്ത് ഒരു മാക്സിമം പ്രഷർ വേപ്പർ അതിന്റെ ലിക്വിഡ് സർഫസിലോട്ട് എക്സേർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. അത് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് B, ദാറ്റ് ഈസ് P0B. ഇനി നമ്മൾ നോക്കുന്നത് ഈ രണ്ട് സൊല്യൂഷൻ തമ്മിൽ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുക? സൊല്യൂഷൻ. ഈ മൂന്ന് കണ്ടെയ്നറിന്റെ വോളിയം സെയിം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ സൊല്യൂഷൻ ആണ്, ഇത് സൊല്യൂഷൻ ആണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. സൊല്യൂഷൻ ഓഫ് A plus B. സൊല്യൂഷൻ ഓഫ് A plus B. കാരണം രണ്ട് വോളറ്റൈൽ ലിക്വിഡുകളാണ്. അപ്പോ സർഫസിൽ നമുക്ക് കാണാം സർഫസ് മോളിക്യൂളുകൾ, സർഫസ് മോളിക്യൂൾ A, B, A, B, A, B. അതുപോലെ തന്നെ ബൾക്ക് മോളിക്യൂൾ A, ബൾക്ക് മോളിക്യൂൾ B. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതിന്റെ മുകളിൽ വേപ്പേഴ്സ് കാണും. ഇവിടെയും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സർഫസിൽ നിൽക്കുന്ന മോളിക്യൂളുകൾക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് അത് വേപ്പേഴ്സ് ആയിട്ട് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യും.
അപ്പൊ ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്ന വേപ്പേഴ്സ് കാണും, ബി എന്ന് പറയുന്ന വേപ്പേഴ്സ് കാണും. അപ്പോൾ ഈ പറയുന്ന കണ്ടെയ്നറിൽ രണ്ട് വേപ്പേഴ്സ് ആണ് ലിക്വിഡിന്റെ സർഫസിൽ നിൽക്കുന്നത്. എ എന്ന് പറയുന്ന ലിക്വിഡിന്റെ വേപ്പറും ബി എന്ന് പറയുന്ന ലിക്വിഡിന്റെ വേപ്പറും. അപ്പോൾ എ എന്ന് പറയുന്ന ലിക്വിഡിന്റെ വേപ്പർ ഈ പറയുന്ന സൊല്യൂഷന്റെ സർഫസിലോട്ട്, ലിക്വിഡ് സർഫസിലോട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് എ, പി എ. അപ്പൊ എ എന്ന് പറയുന്ന കമ്പോണന്റ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണ് പി എ, പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് എ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വേപ്പർ, ബി എന്ന് പറയുന്ന ലിക്വിഡിന്റെ വേപ്പർ ഈ പറയുന്ന സൊല്യൂഷന്റെ സർഫസിലോട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് ബി, പി ബി. അപ്പോൾ ഇവിടെ രണ്ട് പ്രഷർ നമ്മൾ കണ്ടു, പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് എ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് ബി. അപ്പോൾ ഈ പറയുന്ന പാർഷ്യൽ പ്രഷറുകളെ പറ്റി പഠിച്ച ശാസ്ത്രജ്ഞന്റെ പേര് നമുക്കറിയാം. ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രാങ്കോയിസ് മാർട്ടി റവോൾട്ട്. ഫ്രാങ്കോയിസ് മാർട്ടി റവോൾട്ട്. അപ്പൊ ഫ്രാങ്കോയിസ് മാർട്ടി റവോൾട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ പറയുന്ന വേപ്പർ പ്രഷറുകളെ പറ്റി സ്റ്റഡി നടത്തിയത്. അതുകൊണ്ട് ഇതൊരു പേരിൽ അറിയപ്പെടുന്നു, ഈ നിയമം ഒരു പേരിൽ അറിയപ്പെടുന്നു. ആ നിയമമാണ് റവോൾട്ട്സ് ലോ. അപ്പോൾ റവോൾട്ട്സ് ലോ എന്തെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് റവോൾട്ട്സ് ലോ? അപ്പൊ റവോൾട്ട്സ് ലോ പറയുന്നത്, റവോൾട്ട്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് for a solution of volatile liquids, the partial vapor pressure of each component is directly proportional to its mole fraction. ഇതാണ് റവോൾട്ട്സ് ലോ പറയുന്നത്. ഞാൻ ഒന്നും കൂടി അത് പറയാം. റവോൾട്ട്സ് ലോ states that for a solution of volatile liquids, the partial vapor pressure of each component is directly proportional to its mole fraction. അപ്പോ PA proportional to chi A. That means partial pressure of component A is directly proportional to its mole fraction chi A. That is PA is equal to P0A into chi A. What is PA? Partial pressure of the component A. What is P0A? Vapor pressure of the pure component. What is chi A? The mole fraction of the component A. Similarly, PB proportional to chi B. That is PB is equal to P0B into chi B. What is PB? The partial vapor pressure of the component B. What is P0B? Vapor pressure of the pure component B. What is chi B? Mole fraction of the component B. അപ്പോൾ ഇതാണ് റവോൾട്ട്സ് ലോ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. നമുക്കറിയാം ഹെൻറീസ് ലോയുമായിട്ട് കുറച്ച് ബന്ധമുള്ളതാണ്. അതെന്താണ് ബന്ധമെന്നുള്ളത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഇനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതനുസരിച്ച്
ഡോൾട്ടൺ ലോ പഠിച്ചിട്ടുണ്ടാവും. ഡോൾട്ടൺ ലോ എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രഷർ P total total pressure is equal to sum of the partial pressures of the components. That is P total is equal to PA plus PB. Appo Dalton law അനുസരിച്ച് total pressure of the solution is equal to PA plus PB. ഇതിലോട്ട് നമുക്ക് റവോൾസ് ലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. That is P total is equal to PA എന്ന് പറയുന്നത് എന്താണ്? P0A chi A P0A chi A plus PB എന്ന് പറയുന്നത് P0B chi B. ഓക്കേ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ പഠിപ്പിച്ച സമയത്തും മോഡ് ഫ്രാക്ഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ അന്ന് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു സം ഓഫ് ദി മോഡ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 1. സം ഓഫ് ദി മോഡ് ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് chi A plus chi B ഈസ് ഈക്വൽ ടു 1. So chi A is equal to 1 minus chi B. ഈ വാല്യൂ നമുക്ക് ഡോൾട്ടൺ ലോയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. P total is equal to P0A into 1 minus chi B plus P0B chi B. ഇനി നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. P0A minus P0A into chi B plus P0B into chi B. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. That is equal to P0A plus ഞാൻ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു P0B chi B minus P0A chi B. ഇവിടെ നിന്ന് chi B കോമൺ ഫാക്ടർ എടുക്കും. That is equal to P0A plus chi B into P0B minus P0A. This is P total. ഈ ഇക്വേഷന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇക്വേഷനിൽ chi B മാത്രമേ വന്നിട്ടുള്ളൂ. മോൾ ഫ്രാക്ഷൻ ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു സൊല്യൂഷന്റെ ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഇക്വേഷന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ റവോൾസ് ലോയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റവോൾസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റവോൾസ് ലോ. ഇപ്പോൾ റവോൾസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും, ഇതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു പ്രത്യേകതരം ഗ്രാഫാണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രാഫ് കൂടിയാണ്. ശ്രദ്ധിക്കുക, ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. ഇത് എക്സ് ആക്സിസ് മോൾ ഫ്രാക്ഷൻ, partial pressure, ഓക്കെ. അടുത്തതായിട്ട് chi A 1 എന്ന്
ഇവിടെ നമ്മൾ കൈ എ 0 ആയിട്ട് എടുക്കും. ഇതിന്റെ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ കൈ ബി 0 ആയിട്ട് എടുക്കുന്നു. ഇവിടെ കൈ ബി 1 ആയിട്ട് എടുക്കുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കൈ എ എന്ന് പറയുന്നത് 1 ഇവിടെ കൈ ബി എന്ന് പറയുന്നത് 0. അപ്പൊ അതിനർത്ഥം ഇവിടെ ഒരേ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, കമ്പോണന്റ് എ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. ആ എടുക്കുന്ന സമയത്ത് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ മാക്സിമം ആണ്. അതുകൊണ്ട് നമ്മളിവിടെ കൈ എ 1 ഉണ്ട്. ഇതിലോട്ട് കുറച്ച് നമ്മൾ എത്തനോൾ ആഡ് ചെയ്യും. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ അവിടെ എത്തനോൾ നമ്മൾ ആഡ് ചെയ്തില്ല. അപ്പോൾ എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ 0 ആയിരുന്നു. നമ്മളിങ്ങനെ എത്തനോൾ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം കൈ എ കുറയുകയും കൈ ബി കൂടുകയും ചെയ്യും. അങ്ങനെ ഇവിടെ കൈ എ മാക്സിമം ആയിരുന്നു. ഇതിലോട്ട് എത്തനോൾ ആഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് കൈ എ കുറഞ്ഞു വരികയും അത് ഇവിടെ വന്ന് കൈ എ 0 ആവുകയും ചെയ്യും. അതേസമയം അവിടെ കൈ ബി മാക്സിമം ആകും. അപ്പൊ എത്തനോൾ അവിടെ മാക്സിമം ആകും. അപ്പോ നമ്മൾ വാട്ടർ എടുത്തു, അതിലോട്ട് കുറേശ്ശെ എത്തനോൾ ആഡ് ചെയ്തു. എത്തനോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ കൂടുന്നു, വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ കുറയുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കൈ ബി 1 ആവുകയും ഇവിടെ കൈ എ 0 ആവുകയും ചെയ്യും. എന്നാൽ മാത്രമേ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന റിലേഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൈ എ എന്ന് പറയുന്ന ഇവിടെ 1ഉം ഇവിടെ കൈ ബി എന്ന് പറയുന്നത് 0യും ഇവിടെ കൈ എ എന്ന് പറയുന്നത് 0യും ഇവിടെ കൈ ബി എന്ന് പറയുന്നത് 1ഉമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോ നിങ്ങൾക്കറിയാം ഇവിടെ കൈ എ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ കൈ എ 0 ആണ്. അവിടെ ആ കമ്പോണന്റ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കമ്പോണന്റ് എ എന്ന് പറയുന്ന കമ്പോണന്റ് അവിടെ 0 ആണ്. അപ്പോൾ അവിടുത്തെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 0 ആയി. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഗ്രാഫ് തുടങ്ങുന്നത് 0യിൽ നിന്നായി. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ കൂടി വരുന്നു. ഇവിടെ വന്നപ്പോ മാക്സിമം ആണ്. അപ്പൊ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P0 A ആണ്. കാരണം പാർഷ്യൽ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ്. അവിടെ എ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, P 0 ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ മാക്സിമം ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്തെന്ന് കൊടുത്തിരിക്കുന്നത് P0 A എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, റൈറ്റ്, മനസ്സിലായി എന്ന് ധരിക്കുന്നു. അതുകൊണ്ട് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് PA യുടെ ഗ്രാഫാണ്. PA is equal to P0 A കൈ A. ഇത് റവോൾസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ആരുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ്? ബി എന്ന് പറയുന്ന കമ്പോണന്റിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ പറയാം ഇവിടെ B 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഗ്രാഫ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇങ്ങനെ പോകുമ്പോൾ ഇത് കൂടി ഇവിടെ വന്നപ്പോൾ മാക്സിമം പ്രഷറായി P0 P. ഓക്കെ, ഇനി ഇതിന്റെ ടോട്ടൽ പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇത് ആക്ച്വലി PB ആണ്. PB is equal to P0B കൈ B. P0B കൈ B. So what is the total pressure? This is the total pressure. That is P total is equal to PA plus PP. This is the total pressure. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് പരിശോധിക്കുന്ന സമയത്ത് അറിയാം ഇത് PB ഇത് PA. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ പ്രഷർ PT. മനസ്സിലായി? ഓക്കെ, അപ്പോൾ ഇതാണ് റവോൾട്സ് ലായുടെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാം, ഇവിടെ P0A കുറഞ്ഞു, ഇവിടെ P0B കൂടി നിൽക്കും. എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ള സംശയം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. നമുക്ക് തിരിച്ചും സംഭവിക്കാം. ഇവിടെ P0 വേണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം, PB
നമുക്ക് P0B ഇങ്ങോട്ട് വരയ്ക്കാം. കാരണം ഇതിലെ ഒരു കമ്പോണന്റ്, ഇത് രണ്ട് വോളറ്റൈൽ ആണ്, പക്ഷെ ഒരു കമ്പോണന്റ് മറ്റൊന്നിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വോളറ്റൈൽ ആയി. അതുകൊണ്ട് അതിന്റെ വേപ്പർ പ്രഷർ ഒന്നിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്ന കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ കൂടുതലാണ്. അതിനർത്ഥം ബി എന്ന് പറയുന്ന കമ്പോണന്റ് എ എന്ന് പറയുന്ന കമ്പോണന്റിനെ അപേക്ഷിച്ച് മോർ വോളറ്റൈൽ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ധരിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം, ഒരു ടെൻഷനും ഇല്ലാതെ വളരെ സാവധാനം ഈ വീഡിയോ കാണുക, നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല സന്തോഷത്തോടു കൂടി വീട്ടിൽ ഇരിക്കുക. ഓക്കെ, നമുക്ക് നിർത്താം.